ന്യൂസ് 16 കേരള. ദക്ഷിണ കൊറിയയിലേക്ക് മാലിന്യം നിറച്ച ബലൂണുകൾ അയക്കുന്നത് തുടർന്ന് ഉത്തര കൊറിയ. ദക്ഷിണ കൊറിയയിലേക്ക് മാലിന്യം നിറച്ച ബലൂണുകൾ അയക്കുന്നത് തുടർന്ന് ഉത്തര കൊറിയ. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ രാജ്യത്തേക്ക് ഇത്തരത്തിൽ എത്തിയത് 500-ലധികം ബലൂണുകളാണ് ദക്ഷിണ കൊറിയയിലെ ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഇത്തരം ബലൂണുകൾ വ്യോമഗതാഗതത്തെ തടസ്സപ്പെടുത്തുകയാണെന്നും പ്രദേശത്തെ ഒരു റെസിഡൻഷ്യൽ ഏരിയയിലുള്ള കെട്ടിടത്തിന് മുകളിൽ തീപിടുത്തത്തിന് കാരണമാവുകയും ചെയ്തതായി ഉദ്യോഗസ്ഥർ ആരോപിച്ചു. ദക്ഷിണ കൊറിയ തങ്ങൾക്കെതിരെ ലഘുലേഖകൾ ഉപയോഗിച്ച് വ്യാജപ്രകടനം നടത്തുകയാണെന്ന് ആരോപിച്ചാണ് ഉത്തര കൊറിയയുടെ നീക്കം. ആകാശത്ത് ബലൂണുകൾ നിറഞ്ഞ് വിമാന സർവീസുകളെ സാരമായി ബാധിച്ചുവെന്നാണ് റിപ്പോർട്ട്. ഇതിന് പിന്നാലെ കഴിഞ്ഞ ദിവസം സിയോളിലെ ജിംബോ വിമാനത്താവളത്തിൽ 2 മണിക്കൂറോളം സമയമാണ് വിമാന സർവീസുകൾ പൂർണ്ണമായും നിർത്തിവെച്ചത്. വിമാനത്തിന്റെ ടേക്ക് ഓഫും ലാൻഡിംഗും ഈ സമയത്ത് അനുവദിച്ചിരുന്നില്ല. രാജ്യത്തെ തന്നെ മറ്റൊരു പ്രധാന വിമാനത്താവളമായ ഇഞ്ചോണിലെ വിമാന സർവീസുകളെയും ബലൂൺ പറത്തൽ സാരമായി ബാധിച്ചിട്ടുണ്ട്. ഇവിടെ പല ദിവസങ്ങളിലും വിമാന സർവീസുകൾ നിർത്തിവെക്കേണ്ട സാഹചര്യം വന്നുവെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. സിയോളിലെ ജിയോങ്ങിലെ കെട്ടിടത്തിന് മുകളിലാണ് ബലൂൺ തീപിടിച്ച് വീണത്. പിന്നീട് അഗ്നിശമന സേനയുടെ നേതൃത്വത്തിലാണ് ഇവിടെ തീയണച്ചത്. ബലൂണുകളിലുള്ള പേപ്പറുകളാണ് തീപിടുത്തത്തിന് ഇടയാക്കുന്നതെന്ന് ദക്ഷിണ കൊറിയൻ സൈന്യം ആരോപിച്ചു. തീപിടിക്കുന്ന വസ്തുക്കൾ നിറച്ച ശേഷം ഇത്തരം പേപ്പറുകൾ ബലൂണുകൾ ഇടുന്നുണ്ടെന്നും വലിയ അപകടങ്ങളിലേക്ക് ഇത് നയിച്ചേക്കാമെന്നും ഇവർ പറയുന്നു. ന്യൂസ് 16 ന്യൂസ് ഡെസ്ക്. പക്ഷമില്ല, വിവേചനമില്ല. നേരിനൊപ്പം, നാടിനൊപ്പം, നാട്ടുകാർക്കൊപ്പം. ന്യൂസ് 16 കേരള ചാനൽ.